ിട്ടുള്ളത്. അതുകൊണ്ട് സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന വീട്, ആ വീട്ടിൽ ബറക്കത്തില്ല. ചില വീടുകളിൽ സുബ്ഹിയായിട്ട് ലൈറ്റ് കത്തുന്നില്ല, ഒരു ഉണർവും കാണുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ല. മുസ്ലിം വീടുകളിൽ സുബ്ഹിന്റെ സമയമാകുമ്പോൾ എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് അതാ സജീവമാകേണ്ട സമയമാണ്. ഉമ്മമാരെ ഒരു കാര്യം കൂടി പറയട്ടെ, മെൻസസുള്ള സമയത്ത് സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവരാകരുത് നമ്മള്. മെൻസസുള്ള സമയത്ത് സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവരാകരുത്. ചില സഹോദരിമാരുണ്ട്, മെൻസസുള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ലത് ഹറാമാണ്. ആ സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്, ആ നിസ്കാരം ഖളാ വീട്ടലും ഹറാമാണ്. പക്ഷേ അത് കിടന്നുറങ്ങാനുള്ളൊരവസരമായി കാണാതെ സുബ്ഹിക്ക് കുറച്ച് മുമ്പ് തന്നെ സാധാരണ എഴുന്നേൽക്കുന്നത് പോലെ മെൻസസുള്ള സമയത്തും എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ ചൊല്ലൂ, സ്വലാത്ത് ചൊല്ലൂ, ദിക്റുകളെ കൊണ്ട് സജീവമാക്കൂ. നിസ്കാരം ഏതായാലും നമുക്കൊരാഴ്ച സമയം ഇല്ലല്ലോ, അതിന് പകരം ഒരുപാട് തസ്ബീഹുകൾ ചൊല്ലാമല്ലോ, ദിക്റുകൾ ചൊല്ലാമല്ലോ, സ്വലാത്തുകൾ ചൊല്ലാമല്ലോ. ആ സമയത്ത് മെൻസസിന്റെ പേര് പറഞ്ഞ് കിടന്നുറങ്ങല്ലേ ഉമ്മമാരെ. മലായികത്തുകൾ വന്ന് ഒരുപാട് റഹ്മത്തുകൾ ചൊരിക്കുന്ന സമയമാണ് പ്രഭാത സമയം. ബൂരികലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരികലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അങ്ങനെയൊക്കെ റിപ്പോർട്ട് ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹിന്റെ സമയത്ത് ഉമ്മത്തിന് ബറക്കത്ത് കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ടല്ലോ. ആ ബറക്കത്ത് കിട്ടേണ്ട സമയത്ത് നമ്മളതാ പുതപ്പും പുതച്ച് ഇങ്ങനെ കിടന്നുറങ്ങിയാൽ ആ ബറക്കത്ത് എങ്ങനെ കിട്ടാനാണ്? അതുകൊണ്ട് മലായികത്തുകൾ വന്ന് ബറക്കത്ത് വിതരണം ചെയ്യുന്ന സമയം, നല്ല തണുപ്പൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ആ സമയത്ത് എഴുന്നേറ്റ് അതാ തസ്ബീഹ് ചൊല്ലാമല്ലോ, ദിക്ർ ചൊല്ലാമല്ലോ. മെൻസസുള്ള സമയത്ത് അതാ 8 മണി വരെ 9 മണി വരെ ഉറങ്ങുന്നൊരു ചുറ്റുപാട് നമുക്കുണ്ടാകാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ വിർദുൽ ലത്തീഫ് മജ്ലിസ് തുടങ്ങിയതിന് ശേഷം ആ രാവിലെ ഉറങ്ങിയിരുന്ന എത്രയോ ആളുകൾ സുബ്ഹിയും നിസ്കരിച്ച് പെട്ടെന്ന് തന്നെ അതേ പായയിൽ തന്നെ അതേ സ്ഥലത്ത് തന്നെ ഉറങ്ങിയിരുന്ന പലരും ഇപ്പോൾ ഉറങ്ങാതെ ദിക്റിൽ പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാഹു നമുക്ക് മരണം വരെ നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ.